ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വസ്ത്രങ്ങൾ നല്ലതുപോലെ മടക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അത് കബോർഡ്സിലാണെങ്കിലും നമ്മുടെ ട്രാവൽ ബാഗിലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഏത് ടൈപ്പ് ഡ്രസ്സും നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ നല്ല പോലെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അയൺ ചെയ്യേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ എല്ലാവരിലേക്കും എത്താനായിട്ട് ഒന്ന് ഷെയർ കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഷർട്ട് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. രണ്ട് രീതിയിൽ ഞാനിവിടെ ഫോൾഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഷർട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഷർട്ട് ഇങ്ങനെ നല്ലതുപോലെ ഇട്ടതിന് ശേഷം ആൾട്ടർനേറ്റിംഗ് ആയിട്ട് ഉള്ള ബട്ടൺസുകളൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബട്ടൺ താഴെ വരത്തക്ക രീതിയിൽ ഇങ്ങനെയൊന്ന് ഷർട്ട് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഒട്ടും തന്നെ ചുളിവുകളില്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് തേച്ചെടുക്കണം. ഈ ഒരു രീതിയിലൊന്ന് തേച്ചെടുത്താൽ മതി. ഇനി നമ്മൾ രണ്ട് കൈയും ക്രോസ് ആയിട്ട് വരത്തക്ക രീതിയിലാണ് ഒന്ന് മടക്കിയെടുക്കുന്നത്. ആ ഒരു ഭാഗം ചുളിവ് വരാതിരിക്കാനായിട്ട് ആ ഷർട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ കൈയൊന്ന് വെച്ചിട്ട് മടക്കിയെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചുളിവുകൾ വരത്തില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഷർട്ടിൻ്റെ കൈ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ മുകളിലേക്കൊന്ന് മടക്കി കൊടുക്കണം. ഓരോ പ്രാവശ്യവും നമ്മൾ മടക്കുമ്പോൾ കൈ ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നുകൂടി ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം നമ്മുടെ കോളറിൻ്റെ ഭാഗത്ത് എത്തുന്നത് വരേക്കും ഈ ഒരു രീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോളറിൻ്റെ ഭാഗത്ത് ഇതുപോലെ കൈ ഒന്ന് വെച്ചിട്ട് അകത്തേക്കൊന്ന് മടക്കിയെടുക്കണം. അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ അല്ലേ. ഇനി നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ മടക്കിയെടുക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ മടക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫോൾഡിനുള്ളിലേക്കൊന്ന് കയറ്റി വെക്കുകയാണ്. അവിടെ ഒരു പോക്കറ്റ് പോലൊരു ഭാഗം ഉണ്ടാകും. അതിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെക്കുകയാണെങ്കിൽ നല്ലപോലെ ലോക്കായിട്ട് ഇരുന്നു കൊള്ളും. ഇങ്ങനെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഷർട്ട് ഏത് രീതിയിലെടുത്താലും അതിൻ്റെ ചുളിവ് വീഴുകയോ അല്ലെങ്കിൽ ആ ഒരു മടക്ക് മാറിപ്പോകുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് പറയാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് ഷർട്ട് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ബട്ടൺസുകളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ മുകളിലത്തെയും താഴത്തെയും ബട്ടൺ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബട്ടൻ്റെ ഭാഗം അടിയിൽ വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഷർട്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കൈയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് കുറച്ചൊന്ന് മടക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കൈയുടെ ഭാഗം അകത്തേക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അതേ രീതിയിൽ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും കുറച്ച് ഉള്ളിലേക്ക് കയറ്റി ഒന്ന് മടക്കിയെടുത്തിട്ട് ആ ഒരു ഭാഗത്തെ കൈയും നമ്മൾ അതിന് മുകളിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. പേഴ്സണലി എനിക്ക് ഈ ഒരു രീതിയേക്കാളും ആദ്യം കാണിച്ചതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും കമൻറ്റിൽ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇപ്പം നമ്മൾ കൈയുടെ 2 ഭാഗവും മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് നിന്നും അകത്തേക്ക് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴേക്കും കോളറിൻ്റെ അവിടെ വരെ എത്തും. അപ്പോൾ നമ്മുടെ ഷർട്ട് നമ്മൾ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അയൺ ചെയ്തതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇനി ആരും ഷർട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് അറിയില്ലെന്ന് പറയില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ മടക്കിയെടുക്കാനായിട്ട് പോകുന്നത് പാൻസാണ്. പാൻസൊക്കെ മടക്കുന്നതിന് മുമ്പ് അതിൻ്റെ സിബും അതുപോലെ തന്നെ ബട്ടൺസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പാൻസിൻ്റെ ഒരു കാല് മറ്റൊരു കാലിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം.
ഓരോ പ്രാവശ്യവും മടക്കിയതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കണം. അപ്പം ഒട്ടും തന്നെ ചുളിവുകളോ മടക്കുകളോ ഉണ്ടാവുകയില്ല കേട്ടോ. അതിനുശേഷം പോക്കറ്റിൻ്റെ ഭാഗത്ത് കൈ വെച്ചിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി മുകളിലുള്ള കാലിൻ്റെ ഭാഗം ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന ഭാഗം വീണ്ടും ഉള്ളിലേക്ക് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കണം. ഇത്രയും മടക്കിയെടുത്തതിന് ശേഷം താഴേക്ക് കിടക്കുന്ന കാലിൻ്റെ ഭാഗമുണ്ടല്ലോ, അത് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഭാഗത്തിന് മുകളിൽ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രോസ് ആയിട്ട് മടക്കി വെച്ചിരുന്ന കാലിൻ്റെ ഭാഗമുണ്ടല്ലോ, അത് ഇതിന് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം അത് കവർ ചെയ്യത്തക്ക രീതിയിൽ അടിഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം. അപ്പം കുറച്ച് ഭാഗം പുറത്തേക്കുണ്ടാകും. അത് നമ്മൾ മടക്കി ആ ഒരു പോക്കറ്റ് പോലുള്ളൊരു ഭാഗത്തിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പാൻസ് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ രീതിയിലൊക്കെ നമ്മൾ ഡ്രസ്സ് മടക്കി എടുക്കുകയാണെങ്കിൽ അടിയിലിരിക്കുന്ന വസ്ത്രങ്ങൾ എടുക്കുന്ന സമയത്ത് താഴെ വീഴുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫോൾഡിംഗ് ഒന്നും മാറുകയില്ല. നമുക്ക് ഈസി ആയിട്ട് എടുത്ത് തിരിച്ച് വെക്കാനും കഴിയും. ഇനി നമ്മൾ അടുത്തതായിട്ട് മടക്കാൻ പോകുന്നത് ഷർട്ടും പാൻറ്റും കൂടെ ഒരുമിച്ച് എങ്ങനെ മടക്കി വെക്കാമെന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മടക്കി വെക്കുകയാണെങ്കിൽ ട്രാവൽ ബാഗിനുള്ളിൽ നല്ല പോലെ സ്ഥലമുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഷർട്ടും പാൻറ്റും ഒരുമിച്ച് പെയറോടുകൂടി തന്നെ നമുക്കെടുത്ത് ഇടാനും കഴിയും. ആദ്യം നമുക്ക് ഷർട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ കാണിച്ച 2 രീതികളിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പാൻസ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കാലിന് മുകളിൽ മറ്റൊരു കാല് വരത്തക്ക രീതിയിൽ ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ആ ചുളിവുകളൊക്കെ മാറാനായിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ചെടുത്തിട്ട് മുകൾ ഭാഗത്തുനിന്ന് അകത്തേക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മടക്കി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ആ മുകൾ ഭാഗത്തുള്ള കാലിൻ്റെ ഭാഗം പുറത്തേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്കാണ് നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന ഷർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിരിക്കുന്ന ആ പാൻറ്റിൻ്റെ ഭാഗമുണ്ടല്ലോ, മുകൾ ഭാഗം, അത് അകത്തേക്ക് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് താഴേക്ക് കിടക്കുന്ന കാലിൻ്റെ ഭാഗമുണ്ടല്ലോ, അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നേരത്തെ മടക്കി വെച്ചിരിക്കുന്നതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രോസ് ആയിട്ട് മടക്കിയ ഒരു കാലിൻ്റെ ഭാഗമുണ്ടല്ലോ, അതെടുത്ത് ഇതിന് മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ആ ഒരു ലോക്ക് പോലെ പോക്കറ്റിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാൻറ്റും അതുപോലെ തന്നെ ഷർട്ടും നല്ല പോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ മുന്നേ കാണിച്ചിരിക്കുന്ന ഷർട്ട് ഫോൾഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ പാൻറ്റ് ഫോൾഡ് ചെയ്യുന്നതും കണ്ടു നോക്കിയാൽ മതി. ഇപ്പം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഷർട്ടും പാൻറ്റും കൂടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജെൻസിൻ്റെ ഷർട്ടും പാൻറ്റും എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാമെന്ന് കണ്ടു. അടുത്ത വീഡിയോയിൽ ലേഡീസിൻ്റെ ചുരിദാറും അതുപോലെ തന്നെ കിഡ്സിൻ്റെ വസ്ത്രങ്ങളും ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ്. കാണാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോ ഒരുപാട് ലെന്തി ആയാലും നിങ്ങൾക്ക് കാണാനായിട്ട് ബോറാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.